നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കളരിപ്പയറ്റിന്റെ പാരമ്പര്യവും പ്രൗഢിയും കാത്തുസൂക്ഷിക്കുകയാണ് പൊന്യത്ത് നടക്കുന്ന പൊന്യത്തങ്കം. വിവിധ കളരി സംഘങ്ങൾ പരസ്പരം പയറ്റിൽ മത്സരിക്കുന്ന വേദിയാണിത്. തച്ചോളി ഉദയനന്റെയും കതിരൂർ ഗുരുക്കളുടെയും ഓർമ്മയോട് ചേർത്തുള്ള കഥകളുണ്ട് പൊന്യത്തങ്കത്തിന് പിന്നിൽ. കടത്തനാടിന്റെ കളരി പാരമ്പര്യം കൈമോശം വരാതെ കാക്കുകയാണ് പൊന്നം ഏഴരക്കണ്ടത്തെ പൊന്യത്തങ്കം. കേരള ഫോക്ലോർ അക്കാദമിയും പാട്യം ഗോപാലൻ സ്മാരക ക്ലബും ചേർന്നാണ് കളരിപ്പയറ്റിന് ഈ വേദി ഒരുക്കുന്നത്. തച്ചോളി ഉദയനനും ഉദയനന്റെ ഗുരുവായ കതിരൂർ ഗുരുക്കളും പോഴിനായി തെരഞ്ഞെടുത്ത ഏഴരക്കണ്ടമായിരുന്നു ഇത്. ഏതാണ്ട് 500-ലധികം വർഷങ്ങൾക്ക് മുമ്പേ അവരിരുവരും അംഗം വെട്ടി മരിച്ചു വീണ അതേ സ്ഥലത്ത് ആ ഓർമ്മകളിലാണ് പൊന്യത്തങ്കം നടക്കുന്നത്. And it was celebrated throughout the country. Everybody from my state of Kerala also, there were many devotees there. Just to have a dip in the Ganga river and the Yamuna and the Saraswati. That was an auspicious occasion. What heritage has given to us. And that was the reason exactly why I could not come on 21st of February. Shamshirji was inviting me here to inaugurate on 21st. But very same day I was in Kumbh in Prayagraj. And now here I am again in another different Kumbh. The Kumbh of art, Kumbh of culture, Kumbh of martial art, Kumbh of our heritage. മെയ് അഭ്യാസങ്ങളും വാൾപ്പായറ്റും ഒക്കെ ഉൾപ്പെടുത്തി ആയോധന മുറകൾ കാണികൾക്ക് മുന്നിൽ ഓരോ കളരി സംഘവും മത്സരിച്ച് അവതരിപ്പിക്കും. വിവിധ ദേശങ്ങളിലുള്ള കളരി സംഘങ്ങൾ വിവിധ ദിവസങ്ങളിൽ തട്ടിലേറി അംഗം പയറ്റും.
ലോകനാർക്കാവിന്റെ മുറ്റത്ത് വെച്ച് തച്ചോളി ഉദയനനെ ഗുരുവായ കതിരൂർ ഗുരുക്കൾ അപമാനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അവരിരുവരും പൊന്നിത്തങ്കത്തിൽ പടവെട്ടിയത് എന്നാണ് പഴമൊഴി. യോദ്ധാവിൽ നിന്ന് പിന്നീട് ദൈവിക പരിവേഷം ലഭിച്ച തച്ചോളി ഉദയനന്റെ തെയ്യം മാണിക്കോത്ത് ഉറഞ്ഞാടുന്ന അതേ സമയത്താണ് ഏഴരക്കണ്ടത്തിൽ ഉദയനന്റെയും കതിരൂർ ഗുരുക്കളുടെയും സ്മരണയിൽ പൊന്നിത്തങ്കം അരങ്ങേറുന്നത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.